വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. ഇതിൻ്റെയൊക്കെ യൂസസ് ആണ് ഇനി അടുത്തത് ഞാൻ പറഞ്ഞുതരാണ്. കാരണം യൂസസ് അറിയാതെ നമ്മൾ എല്ലാം കൂടെയും യൂസ് ചെയ്ത് ഇപ്പോൾ പലർക്കും പല രീതിക്കാണ് ഉപയോഗങ്ങൾ വരുന്നത്. ഇപ്പോൾ ഒരാൾക്ക് വരുന്ന ഉപയോഗമല്ല മറ്റാൾക്ക്. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്ത് കേടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കേട് നമുക്ക് അതായത് തൈര് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും തൈര് ആവശ്യമില്ല. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ സൺ ടാനും ഇതൊക്കെ ഉള്ളവർക്കാണ് ഈ തൈര് ആവശ്യമുള്ളത്. പക്ഷേ ചിലവർക്ക് അങ്ങനെ സൺ ടാനൊന്നും ഇല്ലാത്തവർക്ക് അത് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതേസമയം അവർക്ക് ചിലപ്പോൾ ഒന്ന് സ്മൂത്തൻ ചെയ്യാനൊക്കെ ആയിരിക്കും വേണ്ടത്. അപ്പോൾ അതിന് കൂടുതൽ ഏറ്റവും നല്ലത് കുറച്ച് വൈറ്റൻ ചെയ്യാനും സ്മൂത്തൻ ചെയ്യാനൊക്കെ നല്ലതായിട്ട് കുറച്ചും കൂടെ അത് പാലായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതല്ലേ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് അവർക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാധനങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും നമ്മൾ എന്ത് സാധനം എന്ത് പാക്ക് എന്ത് യൂസ് ചെയ്യുമ്പോഴും മാക്സിമം അതിനകത്ത് ചേർത്തേക്കുന്ന സാധനങ്ങളുടെ ഉപയോഗം എന്താണെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് കടലമാവിനെ കുറിച്ചാണ്. കടലമാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ രോമങ്ങൾ വളരുന്നത് കുറച്ച് കുറയ്ക്കാനൊക്കെ സഹായിക്കും. ഫുള്ളായിട്ട് ഇത് ചെയ്യുന്നില്ല, കുറച്ച് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് വൈറ്റൻ ചെയ്യാനും പിന്നെ നമ്മുടെ പാടുകളൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ സഹായിക്കും നമ്മുടെ കടലമാവ്. പിന്നെ അടുത്ത നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവാണ്. കടലമാവ് നമ്മുടെ സൺ ടാൻ കുറയ്ക്കാനും പിന്നെ ഒന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ചെയ്യാനും പിന്നെ ഏറ്റവും മെയിനായിട്ട് കുറേ ആൾക്കാർ ഇത് ചെയ്ത ഒരു സാധനമാണ് കാരൻ. അതായത് ചെറിയ ചെറിയ കുരുക്കൾ പോലെയുള്ള പരിപാടി അതൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനും അത് നന്നായിട്ട് സഹായിക്കും. പിന്നെ കറുത്ത പാടുകൾ ഇതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനെല്ലാം സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഏറ്റവും മെയിനാണ് സൺ ടാൻ. അത് ഇപ്പോൾ കേടിനകത്ത് യൂസ് ചെയ്യും. അടുത്ത പ്രോഡക്റ്റാണ് നമ്മുടെ അടുത്തൊരു സാധനമാണ് അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ തൈരിന് പകരം വേണമെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം. ഇപ്പം തൈരിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ തൈര് നമ്മൾ സൺ ടാൻ കുറയ്ക്കാനും നമ്മുടെ മുഖത്തെ കറുത്ത് ചെറുതായിട്ട് കിടക്കുന്ന പാടുകളൊക്കെ കുറയ്ക്കാനൊക്കെ നമ്മുടെ ഇത് ചെയ്യും. അപ്പോൾ നമ്മൾ ഭയങ്കര വെയിലത്തൊക്കെ ഒന്ന് വന്നിട്ട് ഈ ജസ്റ്റ് കേടും എന്തെങ്കിലും വേറെ ഒരു ഇതും കൂടെ ഇത്തിരി തേനോ എന്തെങ്കിലും ചേർത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കുറവുണ്ടാവും. അപ്പോൾ പിന്നെ അത് മോയ്സ്ചറൈസിങ് ചെയ്യാനും പിന്നെ ഇത്തിരി സ്മൂത്തനിങ് എഫക്റ്റൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ തൈര് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ യൂസസ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെയാണ് ഇൻഗ്രീഡിയൻസിൻ്റെ ഓരോ നമ്മൾ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ കുറച്ച് യൂസസ് ഒക്കെ. ഇനി നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കോഫി പൗഡർ എടുക്കണം. അത് നമ്മൾ കേടിനകത്ത് നന്നായിട്ട് അലിയിപ്പിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ കടലമാവ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് എന്താ പറയുക ആദ്യം മീൻസ് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇത്തിരി വെള്ളമോ ഇപ്പോൾ ഭയങ്കര ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇത്തിരി ഓയിൽ അത്യാവശ്യം നല്ല ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് മുഖത്തിനൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യണം. ചിലവരൊക്കെ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളത് ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് അതൊക്കെ ഇത്തിരി പൊട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും അങ്ങനെ ഓയിലി സ്കിന്നുകാർക്ക്. അപ്പോൾ ഇത് അങ്ങനെ ഇത്തിരി എന്നിട്ട് ഇതേ പരുവമാണ് അത്യാവശ്യം നല്ല ഇങ്ങനത്തെ എന്താ പറയുക നല്ല ഇതിൽ ഇരിക്കണം. ഓവറായിട്ട് വെള്ളം കൂടിപ്പോകാനോ അല്ലെങ്കിൽ ഓവറായിട്ട് ഇതായി പോകാനോ ഒന്നും നമ്മൾ ഇടവരുത്തരുത്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഇത് മിക്സ് ചെയ്തല്ലോ, ഇനി നമുക്ക് മുഖത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് പരമാവധി നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പക്ഷേ ഈ നമ്മൾ മൈദപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ടും അത്യാവശ്യം കുറച്ച് ഇതായിട്ടുള്ളത് കൊണ്ടൊക്കെ കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ആ അടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിന്നായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്താൽ ഭയങ്കര കട്ടിയായിട്ടുള്ളതുകൊണ്ട് എന്തെങ്കിലും പോറലോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാണ് നല്ലത്. ഞാൻ പക്ഷെ കുറച്ചൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ അടുത്ത് വരും. ഇതിൻ്റെ ഇങ്ങോട്ടൊന്നും അങ്ങനെ അധികം വരത്തില്ല, ഇവിടെയൊക്കെ ഒന്ന് കുറച്ചൊക്കെ യൂസ് ചെയ്യും. കാരണം കണ്ണിൻ്റെ അടിയിലോ കണ്ണിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇപ്പം ഇങ്ങനത്തെ ഉള്ള നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ മുടിക്കോ ഇനി വേറെ പാർശ്വഫലങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അത് എന്തെങ്കിലും ഇപ്പം നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യുന്ന ഉപയോഗം ഉണ്ടാവുകയുള്ളൂ, ദോഷം ഉണ്ടാവില്ല. ഗുണം ഉണ്ടെങ്കിലേ ഉള്ളൂ, ദോഷം ഉണ്ടാകാൻ ചാൻസില്ല. അതുകൊണ്ട് നമ്മളൊന്ന് പരീക്ഷിച്ചു എന്ന് വെച്ച് നമുക്കൊന്നും പറ്റാനില്ല. ഇപ്പം ചിലരുടെ സ്കിന്നിന് ഓരോന്നും അധികം എന്താ പറയുക നമ്മൾ ഇതായിട്ട് വരില്ല, അപ്പോൾ അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. നമ്മൾ അതേസമയം ഒരു ഇതായിട്ടുള്ള ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ദോഷങ്ങളും ഉണ്ടാകാൻ ചാൻസുണ്ട്. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്തതെന്ന് വെച്ച് അധികം ഇതായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ മുഖത്ത് തേച്ച പോലെ തന്നെ കഴുത്തിലും അതേപോലെ തേക്കുക. കാരണം ഇല്ലെങ്കിൽ കഴുത്ത് വേറെ കളറ്, മുഖത്തിന് വേറെ കളർ, അങ്ങനെ മാറിപ്പോകും. അതുകൊണ്ട് മുഖത്തിന് തേച്ച പോലെ തന്നെ കഴുത്തിന് തേച്ച് കൊടുക്കും. നന്നായിട്ട് ഫുൾ എല്ലായിടത്തും കവർ ചെയ്യാൻ മാത്രം തേക്കുക. ഇതെനിക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ല യൂസ്. സാധാരണ വേറെ ഞാൻ കുറേ ഇതൊക്കെ പരീക്ഷിച്ചെങ്കിലും എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയില്ല. ഇത് നല്ല റിസൾട്ട് കിട്ടിയതാണ്. മിൽക്ക് വെച്ചാണ് ഞാൻ കൂടുതലും പാല് വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പാടുകളും കുരുക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതും നല്ലതാണ്, എല്ലാവരും പരമാവധി ഇതും യൂസ് ചെയ്ത് നോക്കണം. യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യണ്ട. ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇത് നമ്മുടെ സ്കിന്നിന് യോജിച്ചതാണോ ഇല്ലയോ എന്ന്. അപ്പോൾ അത് പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾ പിന്നെ ഇത് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ഫുള്ള് എല്ലായിടത്തും കവർ ചെയ്ത് തേച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇത് എല്ലായിടത്തും ആയല്ലോ, ഇനി ഇത് ഒരു അരമണിക്കൂറൊക്കെ എത്ര നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ നന്നായിട്ട് സ്കിന്നിൽ ഇത് ചെയ്യുക. അപ്പം നന്നായിട്ട് ഡ്രൈ ആയി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി തണുത്ത വെള്ളം, നല്ല ഐസ് വാട്ടറോ എന്തെങ്കിലും ഇത് വെച്ച് നന്നായിട്ട് തുണി വെച്ച് നന്നായിട്ട് തുടച്ചിടുക. ആദ്യം എന്താ പറയുക ഇത് ചെയ്യരുത്, കാരണം ഒട്ടിക്കഴിയുമ്പോൾ നന്നായിട്ട് ഇതായിട്ട് ഒട്ടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ തണുത്ത വെള്ളമോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് പതുക്കെ ഇത് ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത പാക്ക് നമ്മൾ ഞാൻ ആദ്യം തണുത്ത വെള്ളത്തിലല്ല, മീൻസ് സാധാ നോർമൽ വാട്ടറിൽ കഴുകി എടുത്തു. അത്യാവശ്യം നല്ല ഗ്ലോയും നല്ല എന്താ പറയുക ഒരു ഇത്തിരി സ്മൂത്ത് ആൻഡ് എഫക്റ്റൊക്കെ ഉണ്ട്, നല്ല ഒരു ഇത് ഉണ്ട്. മാക്സിമം പറ്റുന്നവർ ഇത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.